പിറ്റേ ദിവസം എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി താഴേക്ക് വന്നിരുന്നു. അമ്പലത്തിലേക്ക് പോവാനായിരുന്നു അവർ നേരത്തെ എഴുന്നേറ്റത്. ഒരു കടുനീല കളർ സാരിയും അതിനോട് ചേർന്ന വെള്ള കളറിൽ കടുനീല കളർ വരുന്ന ബ്ലൗസുമായിരുന്നു ദേവുവിൻ്റെ വേഷം. മുടി മുഴുവൻ വാരിയെടുത്ത് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു കുഞ്ഞു കറുത്ത പൊട്ട് വെച്ചുകൊണ്ട് കഴുത്തിൽ താലിയും പിന്നെ ഒരു സിന്ദൂരപ്പൊട്ടും മാത്രമേ ദേവു ഇട്ടിട്ടുള്ളൂ. ഒരു വെള്ള ഷർട്ടും അതിനോട് ചേർന്ന നീലക്കര വരുന്ന ഒരു മുണ്ടുമാണ് ധ്രുവൻ്റെ വേഷം. കയ്യിലൊരു വാച്ചിയിട്ട് മുടിയും താടിയും വെട്ടി ഒതുക്കിയിട്ടുണ്ട്. കടും റോസിൽ കറുപ്പ് കളർ കര വരുന്ന സാരിയും ഒപ്പം റോസ് കളറിൽ കറുപ്പ് പുള്ളികൾ വരുന്ന ബ്ലൗസുമാണ് വിന്ധ്യയുടെ വേഷം. മുടി നിർവാർച്ചിലെടുത്ത് പിരിച്ചു കെട്ടി വെച്ചുകൊണ്ട് ഒരു കറുത്ത കുഞ്ഞു പൊട്ടും കുഞ്ഞു കമ്മലും താലിയും സിന്ദൂരവും മാത്രമേ വിന്ധ്യയും ഇട്ടിട്ടുള്ളൂ. കറുപ്പിൽ വെള്ള ലൈൻ വരുന്ന ഷർട്ടും അതിനോടൊപ്പം കറുപ്പ് വെള്ള കര മുണ്ടും ആണ് ആദിയുടെ വേഷം. കയ്യിലൊരു വാച്ച് ഇട്ടിട്ടുണ്ട്. മുടി വെട്ടി ഒതുക്കി താടി മുഴുവനും ഡ്രിമ്മ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ചുവപ്പ് കളർ വരുന്ന പ്ലെയിൻ സാരിയും സ്ലീവ്ലെസ് ആയ ചുവപ്പ് ബ്ലൗസുമാണ് മീനുവിൻ്റെ വേഷം. മുടി സൈഡ് വാർച്ചിലെടുത്തിട്ട് വിടർത്തി ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു ജിമിക്കി കമ്മലും മിന്നും സിന്ദൂരവുമാണ് മീനു ഇട്ടിട്ടുള്ളത്. ലൈറ്റ് പിങ്ക് വരുന്ന ഷർട്ടും അതിനോട് ചേർന്ന സ്വർണ്ണക്കര വരുന്ന മുണ്ടുമാണ് സ്റ്റാലിൻ്റെ വേഷം. താടിയും മീശയും ഡ്രിം ചെയ്ത് മുടി വെട്ടി ഒതുക്കിയിട്ടുണ്ട്. വയലറ്റ് കളറിൽ വെള്ളക്കൽ ഡിസൈൻ വരുന്ന ഒരു സാരിയും അതിനോട് ചേർന്ന വെള്ള കളർ പ്ലെയിൻ ബ്ലൗസുമാണ് വേദയുടെ വേഷം. ഒരു കുഞ്ഞു വയലറ്റ് കളർ വരുന്ന ജിമിക്കിയും പിന്നെ ഒരു കുഞ്ഞു പൊട്ടും താലിയും സിന്ദൂരവുമാണ് വേദ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഓറഞ്ച് കളർ വരുന്ന ഷർട്ടും അതിനോട് ചേർന്ന സ്വർണ്ണക്കരയുള്ള വെള്ളമുണ്ടുമാണ് ആകാശിൻ്റെ വേഷം. മുടിയും താടിയും മീശയും വെട്ടി ഒതുക്കിയിട്ടുണ്ട്. വെള്ള ടീഷർട്ടും ബ്രൗൺ കളർ വരുന്ന ഒരു ബാഗി പാൻറ്റുമാണ് അജുവിൻ്റെ വേഷം. മുടി അവൻ വെട്ടി ഒതുക്കി താടി നൈസായി ഡ്രിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വീട് പൂട്ടിയിറങ്ങി. ഗേറ്റിന് പുറത്ത് കുഞ്ഞിക്കായി കാത്തു. അവർ 8 പേരും കാത്തു നിന്നു. കുറച്ച് സമയം കഴിഞ്ഞതും കുഞ്ഞി പാടവരമ്പിലൂടെ അവരുടെ അടുത്തേക്ക് ഓടി വന്നിരുന്നു. ചുവപ്പിൽ മഞ്ഞ കളർ വരുന്ന ഒരു ഉടുപ്പും അതിനോട് ചേർന്ന ഒരു ഡബിൾ ലെയർ മാലയും കമ്മലും ഒരു കുഞ്ഞു പൊട്ടുമാണ് കുഞ്ഞി ഇട്ടിരുന്നത്. നീളൻ മുടി സൈഡ് വാർച്ചിലെടുത്ത് അഴിച്ചിട്ടിരുന്നു. ഞാൻ വരാൻ ഇത്തിരി നേരം വൈകിപ്പോയി, സോറി ട്ടോ, ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, കുഞ്ഞി പറഞ്ഞു. സാരല്ലേ കുഞ്ഞി, നേരം അത്ര വൈകിട്ടൊന്നുമില്ല, ഇനി നിന്നാൽ ചിലപ്പോൾ നേരം വൈകും, ദേവു പറഞ്ഞു. അതെ, നമുക്ക് അമ്പലനട തുറക്കുന്നതിന് മുന്നേ അവിടെ എത്തണം, മീനു പറഞ്ഞു. അതെ, പോണം, നല്ലൊരു അർച്ചന കഴിച്ചോളൂ, എന്നിട്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ മതി, കുഞ്ഞി പറഞ്ഞു. എന്നാ നമുക്ക് പോയാലോ, വേദ ചോദിച്ചു. നമുക്ക് നടന്നു പോവാം കുഞ്ഞി, ഈ സ്ഥലത്തൂടെയല്ലേ, നടക്കാൻ നല്ല ഭംഗിയാണ്, വിന്ദ പറഞ്ഞു. അതിനെന്താ, നടന്നു പോവാലോ, വാ. കുഞ്ഞി അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. അവർ അവളുടെ ഒപ്പം നടന്നു. അജുവിൻ്റെ കണ്ണുകൾ കുഞ്ഞിയുടെ നേരെയാണെങ്കിലും അബദ്ധത്തിൽ പോലും കുഞ്ഞി അജുവിനെ നോക്കിയില്ലായിരുന്നു. കുഞ്ഞി പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ആകെ അത്ഭുതപ്പെട്ട് നടക്കുവാണ് പെൺപിള്ളേർ. അത് കണ്ട് ആൺപിള്ളേർ ചിരിക്കുന്നുമുണ്ട്. ശരിക്കും നീ ഭാഗ്യവതിയാണ് കുഞ്ഞി, നിനക്ക് എല്ലാ ദിവസവും കുളത്തിൽ കുളിക്കാലോ, മീനു പറഞ്ഞു. കുളി മാത്രമല്ല, അലക്കലുമുണ്ട് മീനു ചേച്ചി, ഇവിടെ അടുത്ത് ഒരു തോടുണ്ട്, അവിടെ, കുഞ്ഞി പറഞ്ഞു. ശിവേട്ടാ, നമുക്കൊരു ദിവസം പോണം, പോയിട്ട് തോട്ടിൽ അലക്കണം, ദേവധ്രുവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു. എന്തിനാ അഞ്ജു, നമ്മുടെ വീട്ടിൽ അലക്കുകല്ലുണ്ട്, പിന്നെ വാഷിംഗ് മെഷീനുമുണ്ട്, ഇതൊന്നും പോരെ, ഇനി തോട്ടിൽ പോയി അലക്കണോ, ധ്രുവ് ചോദിച്ചു. വേണം, ദേവു ഉറപ്പിച്ചു പറഞ്ഞു. ആ, അലക്കാം, ഇവൻ കൊണ്ടുപോയില്ലെങ്കിൽ ചാച്ചൻ മോളെ കൊണ്ടുപോകാം, സ്റ്റാലിൻ പറഞ്ഞു. അതെ, എന്നിട്ട് നമുക്കൊരു ദിവസം പോയി അലക്കി കുളിച്ചിട്ട് വരാം, ആദി പറഞ്ഞു. അതല്ല, ഇവനെന്താ മിണ്ടാതെ നടക്കുന്നത്, അല്ലെങ്കിൽ വിടുവായുത്തരം പറയേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്ത് പറ്റി അജു, മീനു ചോദിച്ചു. അത് കേട്ട് കുഞ്ഞി തിരിഞ്ഞ് അജുവിനെയും മീനുവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് ചിരിച്ചു. മീനെടുത്തി, അജു വിളിച്ചു. ഓ, ഇവന് കുഞ്ഞിയുള്ളത് കൊണ്ട് നാണക്കേടാണ് അല്ലേടാ അജു, ദേവു പറഞ്ഞു. ഈ വിടുവായുത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്തിനാ പറയണേ, കുഞ്ഞി ചോദിച്ചു. അതോ, ഈ ബുദ്ധിയില്ലായ്മ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യത്തിനെ പറയുന്നതാണ്, വിന്ദ പറഞ്ഞു. അപ്പോൾ അജുചേട്ടൻ ബുദ്ധിയില്ലാത്ത വർത്താനം പറയോ, കുഞ്ഞി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല കുഞ്ഞി, അജു ഞങ്ങളുടെ പെറ്റാണ്, ധ്രുവൻ പറഞ്ഞു. അതെ, ഞങ്ങളുടെ കുഞ്ഞനിയൻ, ഇവനില്ലെങ്കിൽ ആ വീട് ഉറങ്ങിയ പോലെയാണ്, സ്റ്റാലിൻ പറഞ്ഞു. അതെ, ഞങ്ങളെ ചെക്കൻ പൊളിയാണ്, ആകാശ് പറഞ്ഞു. ഞങ്ങളുടെ അജുക്കുട്ടനാ ഇവൻ, ആദി പറഞ്ഞു. അതോടെ കുഞ്ഞി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അജുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴാണ് കുഞ്ഞിയുടെ അടുത്തേക്ക് ഒരു പെണ്ണ് ഓടി വന്നത്. എല്ലാവരും അവളെ നോക്കി. കുഞ്ഞി, ഇതാരാ, അവൾ കുഞ്ഞിയോട് ചോദിച്ചു. ഇതാണ് ഞങ്ങളുടെ അവിടെയുള്ള തറവാട് വാങ്ങിയവർ, ഇന്ന് ഇവരുടെ കയറി താമസമാണ്, അതിനു വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവാ, കുഞ്ഞി പറഞ്ഞു. ആണോ, ഞാനുമുണ്ട്, ഞാനും അമ്പലത്തിലേക്കാണ്, ഇവരെ പരിചയപ്പെടാലോ, അവൾ പറഞ്ഞു. പിന്നെന്താ, ഞങ്ങൾക്കിവിടെ ആരെയും അറിയില്ല, നമുക്ക് പരിചയപ്പെടാം, ദേവു പറഞ്ഞു. എൻ്റെ പേര് മൗനിക, ഇവിടെ അടുത്താണ് വീട്, എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ കുറച്ച് ദൂരമേ ഉള്ളൂ, ഇനി നിങ്ങളെയെല്ലാം പരിചയപ്പെടുത്തൂ, പിന്നെ ഇന്ന് പായസം വെക്കുന്നുണ്ടോ,
എന്നെ വിളിക്കോ? മൗനി ചോദിച്ചു. അവളുടെ നിർത്താതെയുള്ള സംസാരം കേട്ടിട്ടാണ് അജു അവളെ നോക്കുന്നത്. കുഞ്ഞിയേക്കാളും ഒരു കുഞ്ഞു പെൺകുട്ടി. എൻ്റെ പേര് ശിവധ്രുവ്. ഇത് എൻ്റെ ഭാര്യയാണ്. പേര് ദേവാഞ്ജലി ശിവധ്രുവ്. എല്ലാവരും ദേവു എന്ന് വിളിക്കും, ധ്രുവൻ പറഞ്ഞു. എൻ്റെ പേര് ആദിദേവ്. ഇത് എൻ്റെ ഭാര്യയാണ്. പേര് മിത്രവിന്ദ ആദിദേവ്. എല്ലാവരും കുഞ്ഞാറ്റ എന്ന് വിളിക്കും. അങ്ങനെ എല്ലാവരും പരസ്പരം പരിചയപ്പെടുത്തി. എന്നെ എല്ലാവരും മൗനി എന്നാണ് വിളിക്കുക. നിങ്ങളും അതുപോലെ വിളിച്ചോ, മൗനി പറഞ്ഞു. നിന്റെ പേരിൽ മാത്രമേ മൗനമുള്ളൂ അല്ലേ മൗനികേ? അജു ഒരു ചിരിയോടെ ചോദിച്ചു. അത് കേട്ട് മൗനിക പൊട്ടിച്ചിരിച്ചുകൊണ്ട് അജുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ അജു. ദേ ഇവളുടെ പേര് അമ്പിളി എന്നല്ലേ? എന്നിട്ട് ഇവൾ ആകാശത്താണോ? മൗനി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടി നിനക്ക് ഇത്ര ബുദ്ധിയോ? അജു അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു. ഇതൊക്കെ എന്ത്? മൗനി പറഞ്ഞു. രണ്ടാളും നല്ല ചേർച്ചയാണല്ലേ കുഞ്ഞി? ദേവു പറഞ്ഞു. കുഞ്ഞി മൗനിയെയും അജുവിനെയും നോക്കി. എന്നാൽ അജു കാര്യമായി എന്തോ മൗനിക്ക് ഫോൺ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും മുന്നിൽ നടന്നിട്ടും അജുവും മൗനിയും ഒരുപോലെ പിന്നിലായി നടന്നിരുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അജുവും മൗനിയും തമ്മിൽ നല്ലൊരു ബന്ധം ഉടലെടുത്തു. ഇരുവരും നമ്പറെല്ലാം വാങ്ങി സേവ് ചെയ്തു. ഡാ അജു, മൗനി വേഗം വാ, ആദി വിളിച്ചു. അപ്പോഴാണ് അവർ ഏറ്റവും ലാസ്റ്റാണ് നടപ്പ് എന്ന് മനസ്സിലായത്. അതോടെ മൗനി അജുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഓടി അവരുടെ കൂടെ നടന്നു. കുറച്ചുകൂടെ നടന്നതും അവർ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിരുന്നു. എല്ലാവരും ചെരുപ്പഴിച്ചിട്ട് മുന്നോട്ട് നടന്നു. വലിയൊരു പാടത്തിന് നടുക്കുള്ള അമ്പലമായിരുന്നു അത്. എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജി വന്ന പോലെ തോന്നി. അജു, പാടത്തിൻ്റെ വരമ്പിൽ കയറി നിന്നുകൊണ്ട് ഒരു ചിരിയോടെ മൗനി വിളിച്ചു. എല്ലാവരും തിരിഞ്ഞു നോക്കി. മൗനി അവിടെ നിൽക്കുന്നത് കണ്ടതും അജു ചിരിച്ചു. നിങ്ങൾ നടന്നോ, ഞാൻ മൗനിയുടെ കൂടെ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അജു മൗനിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ശേഷം അവൾ നിൽക്കുന്ന വരമ്പിലൂടെ അവനും കയറി നിന്നു. അവളുടെ ഒപ്പം മുന്നോട്ട് നടന്നു. ഇതെല്ലാം കണ്ട ധ്രുവൻ്റെയും ദേവുവിൻ്റെയും ആദിയുടെയും വിന്ധ്യയുടെയും സ്റ്റാലിൻ്റെയും മീനുവിൻ്റെയും എല്ലാവരുടെയും ചുണ്ടിൽ ചിരി വിരിഞ്ഞു. എന്നാൽ അതെല്ലാം കുഞ്ഞിയിൽ അസ്വസ്ഥത പടർത്തി. അവൾ അവരെ കുറച്ചു നേരം നോക്കി നിന്നു. എല്ലാവരും അമ്പലത്തിൻ്റെ മുന്നിലെത്തിയതും ഒരു പുഞ്ചിരിയോടെ അമ്പലത്തിലേക്ക് കയറി. ആ ദേവി വിഗ്രഹത്തിന് മുന്നിൽ അവർ കണ്ണുകൾ അടച്ചു നിന്ന് പ്രാർത്ഥിച്ചു. ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് മനസ്സുരുക്കി ആ 8 പേരും പ്രാർത്ഥിച്ചു. അമ്പലത്തിലുള്ള പ്രാർത്ഥന കഴിഞ്ഞ് വേണ്ട എല്ലാ വഴിപാടുകളും ചെയ്ത് കുറി തൊട്ടുകൊണ്ട് അവർ ആ അമ്പലത്തിൽ നിന്നും ഇറങ്ങി. ഞാൻ പൂവാട്ടോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. മൗനി വാ, അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് കുഞ്ഞി മൗനിയെ വിളിച്ചു. നിനക്ക് തിരക്കാണെങ്കിൽ നീ പോയിക്കോ, എന്തിനാ മൗനിയെ വിളിക്കുന്നത്? അജു ചോദിച്ചു. അല്ല അത് പിന്നെ. കുഞ്ഞി വിക്കി. നീ എന്തിനാ കുഞ്ഞി പോകുന്നത്? ഇന്ന് വീട്ടിലേക്ക് വാ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം, വേദ പറഞ്ഞു. അതെ, ഇന്നൊരു നല്ല ദിവസമല്ലേ, ഭക്ഷണം കഴിച്ചു പോവാം, വിന്ധ്യയും പറഞ്ഞു. ഏയ് നിക്ക് വേണ്ട, ഞാൻ പോവാണ്, പിന്നെ കാണാട്ടോ. മൗനി പോവാണേ എന്ന് പറഞ്ഞ് കുഞ്ഞി പോയി. ഷെടാ, ഈ കുട്ടിക്ക് എന്ത് പറ്റി? ഇത്രയും തിരക്ക് എന്താണ് ഈ കുട്ടിയുടെ വീട്ടിൽ? ദേവു ചോദിച്ചു. അവളുടെ വീട്ടിൽ അങ്ങനെ തിരക്കൊന്നുമില്ല, എന്നാലും അവൾക്ക് വീട്ടിൽ പോകണം, പാവമാണ്, മൗനി പറഞ്ഞു. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് മൗനി? ധ്രുവ് ചോദിച്ചു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഞാനും, മൗനി പറഞ്ഞു. ഒറ്റ മകളാണോ? ആദി ചോദിച്ചു. അതേലോ, പക്ഷേ വിഷമമൊന്നുമില്ലാട്ടോ, ഇപ്പോൾ തീരെ വിഷമമില്ല, നിങ്ങളെയൊക്കെ കിട്ടിയില്ലേ, മൗനി പറഞ്ഞു. ഇത്രയും പെട്ടെന്ന് മൗനിക്കുട്ടി നീ ഞങ്ങളുടെ ദത്തെടുത്തോ? അതൊക്കെ എപ്പോ? സ്റ്റാലിൻ ചോദിച്ചു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, മൗനി പറഞ്ഞു. അപ്പോൾ ഞാനും നിന്റെ ചേട്ടനാണോ മൗനി, അതോ ഫ്രണ്ടാണോ? അജു ചോദിച്ചു. നീ എൻ്റെ ഫ്രണ്ടാണ് അജു, മൗനി പറഞ്ഞു. അതോടെ എല്ലാവരും ചിരിച്ചു. നടന്ന് നടന്ന് അവർ ആ വീടിൻ്റെ മുന്നിലെത്തിയിരുന്നു. അജുവും മൗനിയും ഒപ്പം നിന്ന് വീടിൻ്റെ ഗേറ്റ് തുറന്നു. ശേഷം അവർ വീടിൻ്റെ മുന്നിലെത്തി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ എല്ലാവരും വലതുകാൽ വെച്ച് വീടിൻ്റെ പടി ചവിട്ടി കയറി. വാതിൽ തുറന്ന് ഹാളിലേക്ക് വന്ന മൗനി ഞെട്ടിപ്പോയി. നിറയെ ഫോട്ടോകൾ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം മൗനി നോക്കിക്കൊണ്ട് നിന്നു. മൗനി മോളെ, അടുക്കളയിലേക്ക് വാ, ആകാശ് വിളിച്ചു. അതോടെ മൗനി അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ഗ്യാസിൽ ഒരു കുഞ്ഞു സ്റ്റീൽ പാത്രത്തിൽ പാലൊഴിച്ച് വെച്ചിരുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗ്യാസിൽ ദേവു കത്തിച്ചു. മീനു കുറച്ച് പഞ്ചസാര ഇട്ടു. എല്ലാവരും നോക്കി നിൽക്കെ പാൽ തിളച്ചു പൊങ്ങി പുറത്തേക്ക് നിറഞ്ഞൊഴുകി. മൗനി സന്തോഷം കൊണ്ട് കൈയടിച്ചു. അതോടെ അത് കണ്ട് എല്ലാവരും കൈയടിച്ചു. ശേഷം വേറെ ഒരു പാക്കറ്റ് പാൽ എടുത്തുകൊണ്ട് അത് പൊട്ടിച്ചു. ആ പാത്രത്തിലൊഴിച്ച് ചായ തിളപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു ദേവു. ചായയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് എല്ലാവരും അവിടെയുള്ള ടേബിളിൻ്റെ അടുത്ത് ചെയർ വലിച്ചിട്ടിരുന്നു. ഇനി സദ്യ ഉണ്ടാക്കുന്നില്ലേ? മൗനി ചോദിച്ചു. സദ്യ മാത്രമല്ല, ചിക്കനും മീനും ബീഫും എല്ലാം ഇന്നുണ്ടാക്കും, ദേവു പറഞ്ഞു. എല്ലാം ഉണ്ടാക്കിയിട്ട് ചോറുണ്ടാക്കാൻ മറക്കില്ലേട്ടോ, അത് വല്ലാത്ത അവസ്ഥയാവും എന്ന് മൗനി പറഞ്ഞു. അത് കേട്ട് അജു മാത്രം ചിരിച്ചു. ബാക്കിയെല്ലാവരും ഇത് എന്തിൻ്റെ കുഞ്ഞായെന്നുള്ള രീതിയിൽ നോക്കി. അത് സാരമില്ല, നമുക്ക് തലച്ചോറ് കൂട്ടി കഴിക്കാം, എന്ത് പറയുന്നു?
മീനു ചോദിച്ചു. അതിന് അത് ഉണ്ടായിട്ട് വേണ്ടേ? വീണ്ടും മൗനി പറഞ്ഞതും അജു പൊട്ടിച്ചിരിച്ചു. നിങ്ങൾക്ക് 2 പേർക്കും ഇല്ല എന്നറിയാം, ഞങ്ങൾ തരാം, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നല്ലേ വിന്ദ പറഞ്ഞു. അതിന് ഇത് ഓണമല്ലല്ലോ, വിഷു അല്ലേ, മൗനി പറഞ്ഞു. അജു തിരിഞ്ഞും മറിഞ്ഞും ചിരിച്ചു. അത് കണ്ട് ബാക്കിയുള്ളവരും ഒന്ന് പുഞ്ചിരിച്ചു. എന്തുകൊണ്ടോ മൗനിയെ എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടമായിരുന്നു. മൗനി, നീ ഫുഡ് ഉണ്ടാക്കുമോ? സ്റ്റാലിൻ ചോദിച്ചു. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുമല്ലോ, മൗനി പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ സഹായിക്കുവോ? വേദ ചോദിച്ചു. പിന്നെന്താ, ഞാൻ സഹായിക്കാം. പക്ഷേ ഉണ്ടല്ലോ, ദേ അവിടെ ഹാളിൽ എൻ്റെ ഫോട്ടോയും വെക്കണം, മൗനി പറഞ്ഞു. ഓ, അതിനെന്താ, വെക്കാലോ, ധ്രുവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പരിപാടിയിലേക്ക് പോയാലോ? ദേവ് ചോദിച്ചു. ആ, എന്നാ തുടങ്ങാം, മീനുവും പറഞ്ഞു. അതോടെ എല്ലാവരും അടുക്കളയിലേക്ക് നടന്നു. അവിടെ ചെന്ന് ഓരോ പണികളിലേക്കായി കടക്കാൻ തുടങ്ങി. മൗനിയും അജുവും ഉള്ളതുകൊണ്ട് തന്നെ ബോറടിയില്ലാതെ അവർ അടുക്കളപ്പണി എടുത്തു. ആൺപിള്ളേർ ഓരോന്ന് മുറിച്ചു കൊടുത്തും അരിഞ്ഞുകൊടുത്തും സഹായിച്ചുകൊണ്ടിരുന്നു. ഓരോ കാര്യങ്ങളും കഥകളും പറഞ്ഞുകൊണ്ട് അവർ പാചകപ്പണി ഓരോന്നായി തീർത്തുകൊണ്ടിരുന്നു. ഇതിനിടെ മൗനി അവളുടെ അച്ഛനെയും അമ്മയെയും വിളിച്ചു. അവരെ എല്ലാവരും പരിചയപ്പെടുത്തി. നല്ലൊരു അച്ഛനും അമ്മയുമായിരുന്നു അവർ. നമുക്ക് ഫുഡ് വാഴയിലയിൽ കഴിക്കാം, അതും താഴെ ഇരുന്നു കൊണ്ട്, മൗനി പറഞ്ഞു. അത് നല്ലതാ മൗനി പറഞ്ഞത്, നമുക്ക് താഴെ ഇരുന്ന് ഫുഡ് കഴിക്കാം, ദേവു പറഞ്ഞു. അതെ, നല്ല ടേസ്റ്റ് ആയിരിക്കും, വേദ പറഞ്ഞു. നിനക്കിഷ്ടാണോ വേദ അങ്ങനെ കഴിക്കാൻ? ധ്രുവ് ചോദിച്ചു. എനിക്കിഷ്ടാണ്, വേദ പറഞ്ഞു. അതോടെ അവിടെ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് വാഴയിലയിൽ കഴിക്കാമെന്ന് അവർ എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ വാഴയില വെട്ടാനായി മൗനിയും അജുവും പോയി. അവർ പോയി നല്ല വാഴയില വെട്ടിക്കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അവിടെ ഒരു സൈഡിൽ വെച്ചു. ഭക്ഷണമെല്ലാം ഉണ്ടാക്കി അവർ എല്ലാവരും കൂടി ഒരു പുൽപ്പായ ഹാളിൽ വിരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ ഭക്ഷണപാത്രങ്ങൾ ഓരോന്നായി കൊണ്ടുവന്ന് വെച്ചു. ശേഷം അവർ എല്ലാവരും വട്ടത്തിലിരുന്നു. മൗനി ഒരു ചിരിയോടെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. ഇത് പുതിയ തുടക്കമാണ്, അതുകൊണ്ട് എല്ലാവരും ഓരോ ഉരുളയായി ബാക്കിയുള്ളവർക്ക് കൊടുക്കണം, കൂട്ടത്തിൽ എനിക്കും, മൗനി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ധ്രുവൻ ആദ്യം ഒരു ഉരുള ദേവുവിന് കൊടുത്തു. അവൾ ഒരു പുഞ്ചിരിയോടെ നോക്കി. പിന്നെ ആദിക്കും വിന്ദയ്ക്കും സ്റ്റാലിനും മീനുവും ആകാശിനും വേദയ്ക്കും മൗനിക്കും അജുവിനും ധ്രുവ് കൊടുത്തു. അങ്ങനെ പരസ്പരം ഊട്ടിക്കൊടുത്തുകൊണ്ട് അവർ കഴിക്കാൻ തുടങ്ങി. ഓരോന്ന് പറഞ്ഞ് ചിരിയോടെയാണ് എല്ലാവരും ആ ഭക്ഷണം കഴിക്കുന്നത്. ചിരിക്കുള്ള പ്രധാന കാരണം ആ മൗനി തന്നെയാണ്. അവളുടെ വായാടിത്തരം കേട്ട ചിരിക്കാത്തവർ വരെ ചിരിച്ച് മണ്ണ് തുപ്പും. അതുപോലെയാണ് അവൾ. ചിരിയും തമാശകളുമായി അവളുടെ ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞിരുന്നു. കഴിച്ച ഇലകളെല്ലാം കളഞ്ഞ് കൈ കഴുകി കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം അടുക്കളയിൽ തന്നെ കൊണ്ടുവച്ച് കഴിച്ച സ്ഥലം വൃത്തിയാക്കിയിട്ട് അവർ സോഫയിൽ വന്നിരുന്നു. ഇനി എന്താ പരിപാടി? ദേവു ചോദിച്ചു. ഇനി വെറുതെ ഇരിക്കണ്ടേ, നമുക്കൊരു സിനിമ കണ്ടാലോ? എങ്ങനെയുണ്ടാവും? അജു ചോദിച്ചു. സിനിമ കാണാം, അതൊരു നല്ലൊരു ഇതാണ്, മീനു പറഞ്ഞു. ഫുഡ് കഴിച്ചാൽ വെറുതെ ഇരിക്കരുത്, നമുക്ക് ഒളിച്ചുകളി കളിക്കാം, മൗനി പറഞ്ഞു. ഞാൻ റെഡി, ദേവു ചാടി പറഞ്ഞു. ഞാനും റെഡി. അങ്ങനെ എല്ലാവരും റെഡിയായി. അതോടെ എല്ലാവരും ഒരു ആവേശത്തോടെ ആ വീടിന് പുറത്തേക്കിറങ്ങി വട്ടത്തിൽ നിന്നു. ഞാൻ എണ്ണിപ്പങ്കിടാം, മൗനി പറഞ്ഞു. ആ ഓക്കെ, അജു സമ്മതിച്ചു. സാമ്പാറിൽ മുങ്ങിത്തപ്പി വെണ്ടയ്ക്ക കിട്ടി, നിന്നെ മാത്രം കണ്ടില്ലല്ലോ ഉണ്ട തക്കാളി. ഓരോരുത്തരെ തൊട്ട് കൊണ്ട് മൗനി പാടി. അവസാനം തൊട്ടത് ദേവുവിനെ ആയതുകൊണ്ട് ദേവു ഔട്ടായി. വീണ്ടും പാട്ട് ആവർത്തിച്ചു. ഇപ്രാവശ്യം സ്റ്റാലിൻ ഔട്ടായി. അവൻ ദേവുവിൻ്റെ അടുത്ത് പോയി നിന്നു. പാട്ട് വീണ്ടും ആവർത്തിച്ചതും ധ്രുവൻ ഔട്ടായി മാറി നിന്നു. പിന്നെ മീനു ഔട്ടായി. അവസാനം അജുവാണ് ജയിച്ചത്. അതുകൊണ്ട് അവൻ കണ്ണ് പൊത്തി 80 വരെ എണ്ണുന്നതിനുള്ളിൽ എവിടെയും പോയി ഒളിച്ചോണം എന്നാണ് കളിയുടെ നിയമം. വീട്ടിൽ കയറി ഒളിക്കാൻ പാടില്ല എന്ന് ആദ്യം തന്നെ അജു വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ അജു അവിടെയുള്ള ചുമരിൽ ചാരി കണ്ണടച്ച് നിന്നിട്ട് എണ്ണാൻ തുടങ്ങിയിരുന്നു. 1, 2, 3 അങ്ങനെ അജു കണ്ണടച്ചുകൊണ്ട് എണ്ണിക്കൊണ്ടിരുന്നു. അവൻ എണ്ണാൻ തുടങ്ങിയതും ബാക്കിയുള്ളവർ ഓടി ഒളിക്കാനായി തുടങ്ങിയിരുന്നു. മരത്തിൻ്റെ പിന്നിലും മരത്തിൻ്റെ മുകളിലും വീടിൻ്റെ പിന്നിലും അലക്കുകല്ലിൻ്റെ സൈഡിലും മതിലിൻ്റെ ഒരു സൈഡിലും അങ്ങനെയായി എല്ലാവരും ഒളിച്ചു നിന്നു. അജു എണ്ണിക്കഴിഞ്ഞതും പമ്മി അവൻ ചുറ്റുമൊന്ന് നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനായി തുടങ്ങി. ചെറിയ അനക്കം എവിടെയെങ്കിലും കേൾക്കുമ്പോൾ അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അവിടെ അജു കുറേ നേരം നിൽക്കും. പക്ഷേ ഒന്നിൻ്റെയും ഒച്ചയും ബഹളവുമില്ല. തീർത്തും ഒരു മൗനം തന്നെയായിരുന്നു അവിടെ. അപ്പോഴാണ് മതിലിൻ്റെ സൈഡിൽ നിന്നും തന്നെ ഒളിഞ്ഞു നോക്കുന്ന മൗനിയെ കണ്ടത്. അജു ഓടിച്ചെന്ന് മൗനിയെ കണ്ടേ സാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറി. മൗനി അവിടെ തലയിൽ കൈവച്ചുകൊണ്ട് അങ്ങനെ നിന്നു പോയിരുന്നു. അങ്ങനെ ഓരോരുത്തരെയായി അജു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. കളി തുടർന്നുകൊണ്ടേയിരുന്നു. പ്രായത്തിൻ്റെയല്ല, അവിടെ ഇനി മുതൽ പ്രായപരിധിയില്ലാത്ത സന്തോഷത്തിൻ്റെ നാളുകളാണ്.